തസ്കിയ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നാം പരിശോധിച്ചാൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിവിധ സൂറത്തുകളിൽ ആയത്തുകളിൽ തസ്കിയത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ട ധാരാളം പരാമർശങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തോ സുപ്രധാനമായ ഒരു വിഷയമാണ് തസ്കിയത്ത് എന്നത്. അല്ലെങ്കിൽ ഖാലിഖായ അല്ലാഹു പല സ്ഥലത്തും പ്രാമുഖ്യം കൊടുത്തതിനെ ആവർത്തിക്കുകയില്ല. എന്താണ് തസ്കിയ എന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഉമ്മത്തിലെ വലിയൊരു വിഭാഗം തെറ്റിദ്ധാരണയിലാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകരായ അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങളെ ലക്ഷ്യങ്ങളെ കുറിച്ച് വിവരിക്കുന്നവരായ സൂറത്തുൽ ജുമുഅയിൽ നമുക്ക് കാണാം. സൂറത്തുൽ ജുമുഅ നമുക്ക് വളരെ സുപരിചിതമാണ്. ഇമാമുൽ ശാഫിഈ പറയുന്നത് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് അങ്ങനെ